നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലിയോ മെസ്സി പരിക്ക് മാറി കളിക്കളത്തിലെത്തി മികച്ച പ്രകടനം നടത്തി ഗോളും അസിസ്റ്റുമായിട്ട് ടീമിനെ ഇതാ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. എല്ലാ ഗാലക്സിയുമായിട്ടുള്ള മത്സരം 3-1 ഇന്റർ മയാമി വിജയിച്ചിരിക്കുന്നത്. പക്ഷെ വീണ്ടും പരിക്കിന് ചില ആശങ്കകൾ. അതാണ് മെസ്സി ആരാധകർക്കൊരു നിരാശ എന്ന് പറയാനുള്ളത്. മത്സരത്തിൽ മെസ്സിയും സുവാരസും ആൽബയുമാണ് ഗോളുകൾ നേടിയിരിക്കുന്നത്. ഗാലക്സിക്ക് വേണ്ടി പൈൻസ്റ്റിലാണ് ഒരു ഗോൾ അടിച്ചിരുന്നത്. ഈ കളിയിൽ ഇന്റർ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ലൂയിസ് സുവാരസും പിക്കോൾട്ടും സെഗോവിയയും അല്ലൻഡോയുമാണ് ഇറങ്ങിയത്. അതായത് മെസ്സി സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലായിരുന്നു. കളിയുടെ 43-ാമത്തെ മിനിറ്റിലാണ് ജോഡി ആൽബയിലൂടെ ഇന്റർ മയാമി ആദ്യ ഗോളടിക്കുന്നത്. ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ സെഗോവിയയെ പിൻവലിച്ച് ലിയോ മെസ്സിയെ ഹാവിയർ മഷ്രാനോ കളിക്കളത്തിലേക്ക് വിട്ടു. അദ്ദേഹം തൻ്റെ മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു. എന്നാൽ 59-ാമത്തെ മിനിറ്റിൽ പൈൻസ്റ്റിലൂടെ ഗോൾ മടക്കിക്കൊണ്ട് LA ഗാലക്സി ഇന്റർ മയാമിയെ ഒന്ന് ഞെട്ടിച്ചു. പക്ഷേ മെസ്സിയും സംഘവും പിന്നീട് കളി പിടിക്കുകയായിരുന്നു. റോദ്രിഗോ ഡീബോളിൻ്റെ അസിസ്റ്റിൽ നിന്നും മെസ്സിയുടെ ഒരു കിടിലൻ ഗോൾ പിറക്കുന്നു. 84-ാമത്തെ മിനിറ്റിൽ ഇന്റർ മയാമി 2-1 ലീഡിലെത്തി. പിന്നാലെ ലിയോ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് 89-ാമത്തെ മിനിറ്റിൽ ലൂയിസ് സുവാരസ് ഗോൾ അടിക്കുക കൂടി ചെയ്തപ്പോൾ 3-1 തകർപ്പൻ ജയമാണ് ഇന്റർ മയാമി സ്വന്തമാക്കിയിരിക്കുന്നത്. വിജയത്തോടുകൂടി MLS ഈസ്റ്റേൺ കോൺഫറൻസിൽ ഇന്റർ മയാമിക്ക് ഇപ്പോൾ 24 കളികളിൽ 45 പോയിന്റ് ഉണ്ട്. നിലവിൽ അവർ 4-ാം സ്ഥാനത്താണ്. പക്ഷേ മറ്റു ടീമുകളേക്കാൾ 3 കളികൾ കുറച്ചാണ് അവർ കളിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ വരാം.